الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون اتقوا الله عباد الله أوصيكم وإياي بتقوى الله ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. ബഹുമാന്യരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കും അവന്റെ ഔലിയാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ച മഹത്തായ പ്രതിഫലവും മഹനീയമായ ഒരു സമ്മാനവുമാണ് സമാധാനത്തിന്റെയും സർവസുഖങ്ങളുടെയും വീടായ സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിന്റെ അഹലുകാരാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗമെന്ന് പറയുന്നത് വിവരണാതീതവും ഭാവനാതീതവുമാണ്. എല്ലാം സമ്പൂർണ്ണ അനുഗ്രഹങ്ങളാണ്. സ്വർഗത്തിലെ ഒന്നുപോലും വെറുതെ ആകൂല, എല്ലാം നിഅമത്താണ്. സ്വർഗത്തിലെ ഒന്നാമത്തെ പടി മുതൽ അല്ലെങ്കിൽ അതിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയും സുഖകരമാണ്, സമാധാനപരമാണ്. അവയിൽ ന്യൂനതകളില്ല. എല്ലാം തെളിമയും കൺകുളിർമയും നയനാനന്ദകരവും മാത്രമാണ്. കണ്ണിന് കുളിർമയല്ലാത്തതൊന്നും സ്വർഗത്തിലില്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ കിതാബിലെ 32-ാം അധ്യായം സൂറത്ത് സജ്ദയുടെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് കൺകുളിർപ്പിക്കുന്ന, കൺകുളിർമ നൽകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി സ്വർഗത്തിൽ രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല എന്നാണ് റബ്ബുൽ ഇസ്സത്ത് അവന്റെ കിതാബിലും തിരുസുന്നത്തിലും പറഞ്ഞതിനപ്പുറത്തേക്ക് വിശാലമായി, നമുക്കറിയാത്ത വിശാലമായ ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ഇരുത്തത്തിന്റെ പോലും ലക്ഷ്യം എന്ത് എന്ന് ചോദിക്കുന്നിടത്ത് നമുക്കൊരു ഉത്തരവുള്ളൂ, സ്വർഗം കിട്ടണമെന്നാണ്. ഒരാളോട് സ്നേഹത്തോടെ സൗമ്യതയോടെ പുഞ്ചിരിക്കുന്നിടത്ത് പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. നോക്കൂ, നിങ്ങള് ഉമ്മയെ സ്നേഹിക്കുന്നിടത്തും പരിചരിക്കുന്നിടത്തും, ബാപ്പയെ പരിചരിക്കുന്നിടത്തും, ഇണകളോടും മക്കളോടൊത്ത് നീതി പുലർത്തി ജീവിക്കുന്നിടത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വർഗം മാത്രമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലല്ലാഹ്, അല്ലാഹു തആല പറയുന്നതായി, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, ഞാൻ എന്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ അടിയാന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. എന്ത്? മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, ഏതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, വല ഉദ്നുൻ സമിഅത്, ഒരു കേൾവിയും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും, വല ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ വസ്തുക്കൾ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഫഖറഊ ഇൻ ശിഅ്തും, എന്നിട്ട് നബി പറയാണ്, നിങ്ങൾ ഈ വചനം ഓതിക്കൊള്ളുക. ഏത് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അല്ലാഹു അക്ബർ. അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൺകുളിർമ നൽകുന്ന സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു തആല പറയാം. ഒരാൾക്കും അറിയില്ല എന്നുള്ള വാക്ക്. സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
എന്ത് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു ഷഹീദു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസൻ വസഫ ഫീഹി അൽ ജന്ന. ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ ചിന്തിക്കാം, എന്തിനപ്പോ ഈ ഖുത്ബയിൽ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്നത്? വസഫ ഫീഹി അൽ ജന്ന ഹത്ത ഇൻതഹാ ثم قال صلى الله عليه وسلم في آخر حديثه. നബി സ്വർഗ്ഗത്തെ വർണ്ണിക്കുന്ന ഒരു സദസ്സിൽ അത് തീരുന്നത് വരെ ഞാൻ സന്നിഹിതനായി. സ്വർഗ്ഗത്തെ വർണ്ണിക്കുന്ന സദസ്സ് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് സ്വഹാബത്ത് കേൾക്കുകയാണ്. സ്വർഗ്ഗത്തെ വർണ്ണിക്കുന്ന സദസ്സ്. സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു, സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എത്രത്തോളം അതിന്റെ അവസാനം വരെയും തന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗ്ഗത്തിൽ ഒരു കണ്ണും കാണാത്തത്ര, ഒരു കാതും കേൾക്കാത്തത്ര, ഒരു മനുഷ്യഹൃദയം ഭാവനയിൽ കൊണ്ടുവരാത്തത്ര ഉണ്ട് എന്നാണ്. പിന്നെ നബി ثم قرأ هذه الآية. എന്നിട്ട് പിന്നെ നബി ഓതിയത് ഈ ആയത്താണത്, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. എന്ന ആയത്ത് സൂറത്തു സജ്ദയിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയെന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2825 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പ്രിയമുള്ളവരെ, സ്വർഗം അത്ര വിശാലമാണ്. നമുക്ക് ചിലതിനെ കുറിച്ചൊക്കെ ഒരു സങ്കല്പം ഉണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടൊരു അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാൽ ഈ പറഞ്ഞു കേട്ടതും സങ്കല്പത്തിനും അപ്പുറത്തേക്ക് അല്ലാഹു തആല എന്തൊക്കെയാണ് അവന്റെ അടിയാറുകൾക്ക് വേണ്ടി, അഥവാ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നാളെ സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് എന്നുള്ളത് അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. നമ്മൾ ചിലതൊക്കെ പറയില്ല വല്ലാഹു അഅലം എന്നൊക്കെ, അങ്ങനൊക്കെ പറയാൻ 100% പറ്റുന്ന ഒരു കാര്യമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് അത്ര ഹൃദ്യമാക്കി വെച്ചൊന്നാണ്. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം അതിന്റെ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്കവിടെ, അഥവാ സ്വർഗത്തിൽ, നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും. 2 കാര്യം അല്ലാഹു ഓഫർ നൽകാണ് സ്വർഗത്തെ പറ്റി. ഒന്ന്, മനസ്സിൽ എന്താഗ്രഹിച്ചാലും അത് ലഭിക്കുന്നൊരു ലോകമാണ്. 2, എന്താവശ്യപ്പെട്ടാലും അത് കിട്ടുന്നൊരു ലോകമാണ്. അല്ലാഹു അക്ബർ. സൂറത്ത് സുഖ്റുഫിന്റെ 71-ാമത്തെ ആയത്ത് 43-ാം അധ്യായം അവിടെ റബ്ബുൽ ഇസ്സത്ത് പറയാണ്, യുതാഫു അലൈഹിം ബിസുഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ് വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. സ്വർണത്തിന്റെ തളികകൾ, പാനപാത്രങ്ങൾ കുടിക്കാനുള്ള അവർക്ക് ചുറ്റും കൊണ്ടു നടക്കപ്പെടുന്നതാണ്. ഇത് കിട്ടുന്ന കാര്യം പറയാണ്. നേരത്തെ പറഞ്ഞത് എന്താ, എന്തൊക്കെയുള്ളത് എന്നുള്ളത് രഹസ്യമാക്കി വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഇനി പരസ്യമാക്കിയ ചില കാര്യങ്ങളല്ല പറഞ്ഞു. അവിടെ ഉള്ളത് ചിലതല്ല നമുക്ക് പരസ്യമാക്കി തരും. എന്തിനെന്നറിയോ? ഈ ഇരുത്തത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകാൻ, നമ്മൾ ചെയ്യുന്നതിനൊക്കെ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകാൻ, എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ളൊരു പ്രചോദനമാകാൻ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. അങ്ങനെ തളികകളും പാനപാത്രങ്ങളൊക്കെ അവർക്ക് ചുറ്റും കൊണ്ടു നടക്കപ്പെടുന്നതാണ്. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. മനസ്സുകൾ കൊതിക്കുന്നത് കണ്ണുകൾക്ക് ആനന്ദകരമായി, നയനാനന്ദകരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ. ഇനിയോ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദുനിയാവിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് നോക്കി, കണ്ണിന് കുളിർമുള്ള പലതുണ്ട്. പക്ഷെ ഒരു പക്ഷെ അത് തന്നെ പിന്നീട് ഏറ്റവും വലിയ മുസീബത്തായിട്ട് മാറും. ഉദാഹരണത്തിന് മക്കൾ, ഖുർറത അയ്യുൻ, ഇണകൾ, ഖുർറത അയ്യുൻ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഏറ്റവും വലിയ ശാപമുണ്ട്. അല്ലാഹു തആല കാക്കട്ടെ. വീടും അങ്ങനെ തന്നെയാണ്, വാഹനം അങ്ങനെയാണ്, സ്വത്ത് അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. ഈ ദുനിയാവിലെ പലതും നയനാനന്ദകരമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നതൊക്കെ തന്നെ പലപ്പോഴും അപ്രധാനങ്ങളായി മാറുന്ന നിമിഷങ്ങളും ജീവിതത്തിലുണ്ടാകും. ഒന്നും ശാശ്വതമല്ല, ദുനിയാവിലൊന്നും ശാശ്വതമല്ല. ഞാനും നിങ്ങളും ഇവിടെ ശാശ്വതമല്ല.
അല്ലെ? ഏത് നിമിഷവും മരണം വരും. എന്നാൽ സ്വർഗത്തിലോ ഒരിക്കലും മരണമില്ല, ജീവിതം മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ആഗ്രഹിക്കുക? അനന്തമായ ജീവിതത്തെയാണ് ആഗ്രഹിക്കുക. അല്ലാഹു അക്ബർ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമാ, ഈ രണ്ടുപേരും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുനാദി മുനാദിൻ ഇന്ന ലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ വ ഇന്ന ലക്കും അൻ തഹയു ഫലാ തമൂതു അബദ വ ഇന്ന ലക്കും അൻ തശിബു ഫലാ തഹറമു അബദ വ ഇന്ന ലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദ. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ വസിക്കുന്നവർ ആരാ കൂട്ടരെ? സ്വർഗത്തിൽ വസിക്കുന്നവർ ആരാണ്? വസിക്കേണ്ടവർ. നമ്മൾ ഇന്ന് പറയണത്, ഇന്ന് വൈകുന്നേരത്ത് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാനും നിങ്ങളും മരിച്ചാ ചെന്ന് ചേരാനുള്ള ഒരു ലോകത്തെ കുറിച്ചാണ് ചർച്ച. നമ്മൾ ഏത് കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഏതോ കാലഘട്ടത്തില് രണ്ട് ഊത്ത്, റാദിഫത്തും റാജിഫത്തും, റാദിഫത്തൊക്കെ കഴിഞ്ഞ് പിന്നീട് ഏതോ കാലത്ത് വരുന്ന ഒന്നിനെ കുറിച്ചുള്ള അങ്ങനെയൊക്കെയാണ്. വിദൂരതയിൽ നമ്മൾ പലതും കാണാം. അതുകൊണ്ട് വിദൂരതയിൽ കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നതിനെ കുറിച്ച് എന്തിനാ ആലോചിക്കണം? അപ്പോഴുള്ള കാര്യം നോക്കിയാൽ പോരെ എന്നാണ് മനുഷ്യർ പലപ്പോഴും ആലോചിക്കണം. അങ്ങനെയാണ്. വളരെ അബദ്ധമാണ് ശരിക്കും ആ ധാരണ. ഇന്നും മരിച്ചാൽ എനിക്ക് ചെന്ന് ചേരാനുള്ള ഒരു സുഖത്തിന്റെ ലോകത്തെ കുറിച്ചുള്ള ചർച്ച. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, എന്ത്? ഇനി ഒരിക്കലും മരണമില്ലാതെ ശാശ്വതരായി ജീവിക്കുന്നവരാണ് നിങ്ങൾ, മരണമില്ലാത്ത അമരത്വത്തിന്റെ ലോകം. വീണ്ടും വിളിച്ചു പറയാണ്, നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും, ഒരിക്കലും നിങ്ങൾക്ക് രോഗം ബാധിക്കൂല, രോഗമില്ലാത്ത നിത്യാരോഗ്യമുള്ള ആയുരാരോഗ്യമുള്ള ഒരു ലോകം, അതാണ് സ്വർഗം. മാത്രമല്ല നിങ്ങൾ നിത്യ യൗവനത്തിലായിരിക്കും, ഒരിക്കലും നിങ്ങളെ വാർദ്ധക്യം ബാധിക്കൂല. സുബ്ഹാനക. ഈ ദുനിയാവില് നമ്മളെ മുന്നിരിക്കണ പലരും, പല പ്രായമായ ആൾക്കാരും ഒരു കാലഘട്ടത്തിൽ യുവാക്കളായിരുന്നു. ഇന്നിപ്പോ നമ്മൾ പല യുവാക്കളും നാളെ അതേ അവസ്ഥയിലേക്ക് കടന്നു പോകുള്ളവരാണ്. നോക്കി നിങ്ങൾ, ദുനിയാവിൽ ഇങ്ങനെ ഒരു മാറ്റം വരാം, സ്വർഗത്തിൽ അങ്ങനെ ഒരു മാറ്റമില്ല. ഇന്നും യുവതി യുവാക്കൾ പ്രായത്തെ സംബന്ധിച്ച് പോലും ചർച്ച കാണാം. ഹദീസുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 33 അല്ലെങ്കിൽ 34, അതില് ഏറ്റവും പ്രബലമായത് 34 തന്നെയാണ്. 34 വയസ്സ്, ആണിന്റെ വയസ്സ് 34, പെണ്ണിന്റെ വയസ്സ് 34. എന്നും യുവാക്കളായി സുഖത്തിന്റെ സ്വർഗലോകത്തേക്ക് ജീവിക്കാനാകുന്ന. മാത്രമല്ല വല്ലാത്തൊരു വാക്ക് പിന്നെ നബി പറഞ്ഞറിയോ, നിങ്ങൾ സുഖാനുഭൂതിയിൽ കഴിയുന്നതാണ്, ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2837 നമ്പർ ഹദീസ്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ എത്ര പുരോഗതിയിലുള്ളതാണെങ്കിലും സ്വർഗത്തിലെ നിഅമത്തുകളോട് അവ തുലനം ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരവും ഒരിക്കലും സ്വർഗീയ അനുഗ്രഹങ്ങളോട് ഒരു നിലക്കും തുല്യപ്പെടുത്താനാകാത്തതുമാണെന്ന് ബോധ്യപ്പെടും. ഇവിടെ ഇണകളുണ്ട്, അവിടെ ഇണകളുണ്ട്, രണ്ടും വ്യത്യാസം. ഇവിടെയും ജീവിതമുണ്ട്, അവിടെയും ജീവിതമുണ്ട്, രണ്ടും വ്യത്യാസമാണ്. ഇവിടെയും വെള്ളമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, താമസിക്കാൻ പാർപ്പിടങ്ങളുണ്ട്. സ്വർഗത്തിലും ഇതെല്ലാമുണ്ട്, പക്ഷെ വ്യത്യാസമാണ്. എല്ലാം വ്യത്യാസമാണ്. രുചിയിലും നിറത്തിലും മണത്തിലും ഗുണത്തിലും ആസ്വാദനത്തിൽ പോലും വ്യത്യാസമാണ്. ചിലതൊക്കെ കിട്ടുമ്പോൾ ഒരു പറയുന്നത് ദുനിയാവ് ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നല്ലോ, പക്ഷേ ആ സാമ്യത പേരിൽ മാത്രമേ ഉള്ളൂ. മുസമ്മ അത് വേറെയാണ്. ശരിക്കും ഇസ്മ മാത്രമേ അതുള്ളൂ, മുസമ്മ വേറെയാണ്. സുബ്ഹാനക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്ത് പറയുന്നൊരു വാക്കുണ്ടെന്ന് അറിയും. സ്വർഗവും ദുനിയാവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാല് നമ്മളിപ്പോ ഇതാണ് ജീവിതം എന്ന് വിചാരിക്കണത് ശരിക്ക് മഹാ അബദ്ധം. നമുക്ക് മനസ്സിലാക്കാൻ അധികമൊന്നും പോണ്ട. കാരണം അള്ളന്നെ പറഞ്ഞു മതാഉൽ ഖുറൂർ എന്നാണ്, ഒരു വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. മതാഉൽ ഖുറൂർ ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിലുള്ളൊരു വാക്കാണ് മതാഉൽ ഖുറൂർ, വഞ്ചനയുടെ വിഭവം. എന്താണ് വഞ്ചനയുടെ വിഭവം എന്ന് പറഞ്ഞാൽ? ഒരു താൽക്കാലികമായ മഞ്ഞളിപ്പ്. ഒരു മഴ പെയ്തു, ആ മഴയിൽ സസ്യങ്ങൾ തളിർത്തു വളർന്നു,
പിന്നീട് അത് നുരുമ്പായി, അത് ഉണങ്ങി മഞ്ഞ നിറമായി. പിന്നീട് ഒരു കാറ്റിനെ നാം നിയോഗിക്കുകയും ആ നുരുമ്പിനെ കാറ്റുകൾ പാറിച്ച് കളയുകയും ചെയ്തു. അതുപോലെയാണ് ദുനിയാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്രയുള്ളൂ. നമ്മൾ വിചാരിച്ച് എല്ലാം എന്റേതാന്ന് വിചാരിക്കുമ്പോഴേക്കും അത് എന്റേതല്ലാതെ പോകുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് ചർച്ച. സ്വർഗം അങ്ങനെയല്ല. എന്റേതെന്ന് തീർത്തും പറയാൻ പറ്റിയ ഒരു ലോകം ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ സുഖങ്ങൾ മാത്രം. എന്റേതെന്ന് പറയാൻ, എനിക്കെന്ന് പറയാൻ, ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറയാൻ, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ ഒരു ലോകം ഉണ്ടെങ്കിൽ അത് സ്വർഗം മാത്രമാണ്. വേറെ എവിടെ അതുണ്ടാവില്ല. അല്ലാഹു അക്ബർ. കൂട്ടത്തിലൊരു ഉദാഹരണം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവും ആഖിറവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 3250 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. സ്വർഗ്ഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം. ചാട്ട എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആധുനിക തലമുറക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വിദ്യാർത്ഥികൾക്ക് പലർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. പണ്ട് കാലങ്ങളിൽ, ഇന്നും ചില രാജ്യങ്ങളിൽ അതുണ്ട്. ചാട്ടയടി, 80 ചാട്ടയടി ശിക്ഷ വിധിച്ചു, 100 ചാട്ടയടി ശിക്ഷ വിധിച്ചു എന്നതൊക്കെ നമ്മൾ കേൾക്കാം. ഒരു ചാട്ട, ഒരു വടിയും അതിനറ്റത്തൊരു വലിയ കയറും. അത് പല രീതിയിലാകാം. ആ കയറിൽ പലതും വീര്യം കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാകാം. അതിനനുസരിച്ചാണ് അടിക്ക് വെയിറ്റ് കൂടുക. ആ ചാട്ട എത്ര ചെറുതാണ്, അല്ലെങ്കിൽ ആ ചാട്ടയുടെ ഒരു അവസ്ഥ എത്രയുള്ളൂ. ഒരു വിരൽ എന്ന് പറയാവുന്ന ഒരു വലിപ്പം, ഒരു വീതി, അല്ലെങ്കിൽ അതിന്റെ കനം നോക്കൂ നിങ്ങള്. അത് വെക്കുന്ന സ്ഥലം സുബ്ഹാനക യാ അലീം. ഈ ദുനിയാവിൽ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും മഹത്തരമാണ് സ്വർഗത്തിന് ചാട്ട വെക്കാനുള്ള സ്ഥലം. ഒരു വിരലിങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന ഒരു വസ്തു വെക്കുന്ന അത്രയുള്ളൂ ആ സ്ഥലം. അതിനത്ര മഹത്തരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏക്കറ കണക്കിന് സ്ഥലങ്ങളും ജംഗമ വസ്തുക്കളും എല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ്. അത് റബ്ബ് തൃപ്തിപ്പെട്ടതുപോലെ ചെലവഴിച്ചാൽ നാളെ അത് ഉപകാരപ്പെടും. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര നഷ്ടകരമാണ്. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര നഷ്ടകരമാണ്. ഈ ദുനിയാവിൽ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പറ്റുന്നത്ര സമ്പത്തും സംവിധാനങ്ങളും സൗകര്യങ്ങളും ജംഗമ വസ്തുക്കളും മുഴുവനും ഉണ്ടായിട്ടും അതൊന്നും സ്വർഗത്തിന് വേണ്ടി അയാൾ വിറ്റിട്ടില്ലെങ്കിൽ, ആഖിറത്തെ മുന്നിൽ വെച്ചത് ചെലവഴിച്ചിട്ടില്ലെങ്കിൽ, റബ്ബിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അതിനെ മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ അയാളുടേത് മുഴുവനും നഷ്ടമാണ്. ഒന്നുമില്ലാത്ത ഓട്ടക്കാലണക്ക് വിലയില്ലാത്ത ഒരുത്തനായിട്ടാണ് ഒരാൾ ദുനിയാവിൽ ജീവിച്ചത്. പക്ഷെ അയാള് ആഖിറത്തെ മുന്നിൽ കണ്ട ജീവിച്ചത്, സ്വർഗത്തെ മുന്നിൽ കണ്ട ജീവിച്ചതെങ്കിൽ അയാൾ മഹാഭാഗ്യവാനെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വാചകം മതി. നോക്കി, ഒരു ചാട്ടയുടെ സ്ഥലത്തിന്റെ വില പോലും ഈ ദുനിയാവും അതിലുള്ളതിനും ഇല്ലെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മഹത്തരമാണ് സ്വർഗം. അതിനാൽ സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ നിശ്ചയത്തിൽ മഹത്തായ വിജയവും ഉന്നതമായ രക്ഷയും വലിയ ഭാഗ്യവുമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ, സ്വർഗപ്രവേശനം എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. നോക്കൂ നിങ്ങള്, ഈ ആയത്ത് നമുക്ക് പരിചയമുള്ളതാണ്, സുവിദിതമാണ്, ഏതൊരാൾക്കും ഹിഫ്ളുള്ളതാണ്. എന്താ ആയത്തുള്ളത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. എന്നിട്ട് പിന്നെ അല്ലാഹു പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. അല്ലാഹു അക്ബർ. നരകത്ത് നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തേക്ക് പ്രവേശിക്കുക, അതാണ് ശരിക്കും വിജയം എന്നാണ്. അതല്ലാത്തതൊന്നും ഒരു വിജയമായി കണക്കാക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ വിജയം സ്വർഗപ്രവേശനമാണ്, സ്വർഗപ്രവേശനമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കുന്ന, ആളെ പറ്റിക്കുന്ന, കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ, ഒരു ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. സൂറത്തു ആലു ഇമ്രാൻ 3-ാം അധ്യായം 185-ാമത്തെ ആയത്ത്. നമ്മളൊന്ന് ആലോചിക്കും, സ്വർഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നത് നമ്മൾ ചർച്ച ചെയ്താൽ തന്നെ അത്ഭുതമാണ്, കൊതി തോന്നിപ്പോകും.
കണ്ണ് നിറഞ്ഞു പോകും, മനസ്സിന് സമാധാനം ഉണ്ടാകും. സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ ദുനിയാവ് തന്നെ മനസ്സിന് സമാധാനം കിട്ടും. എന്താണ്? വർണ്ണങ്ങളാൽ കൺകുളിർമ നൽകുന്ന, വ്യത്യസ്ത പേരുകളുള്ള, ഉപരിലോകത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളാൽ നിർമ്മിക്കപ്പെട്ട തൂവെള്ള നിറമുള്ള, നേർത്ത പൊടിയും കലർപ്പില്ലാത്ത കസ്തൂരിയുടെ വാസനയുമുള്ള മണ്ണിനാൽ സംവിധാനിക്കപ്പെട്ട ആകാശഭൂമികളോളം വിശാലമായ മക്കക്കും ഹിംയറിനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കക്കും ഹിംയറിനും ഇടയിലുള്ള അത്രയും വിശാലമായ വീതിയിൽ 8 കവാടങ്ങളാൽ തുറന്നു വെക്കപ്പെട്ട ഉന്നതമായ പദവികളുള്ള മണിമേടകളും കൊട്ടാരങ്ങളും തലയിണകളും മെത്തകളും പരവതാനികളും ചാരുമഞ്ചങ്ങളും കട്ടിലുകളും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും വൃക്ഷങ്ങളും തണലുകളും തോട്ടങ്ങളും ഫലങ്ങളും നദികളും പാനീയങ്ങളും സേവകന്മാരും സ്വർഗീയ മദ്യവും സ്വർഗീയ ഇണകളുമുള്ള എന്നെന്നും നിലനിൽക്കുന്ന ഇഹലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് സ്വർഗം. അല്ലാഹു അക്ബറു കബീറ. എല്ലാം വ്യത്യാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സ്വർഗമെന്ന് പറയുന്നത് വിശാലമായ സൗഖ്യത്തിന്റെ, സുഗന്ധത്തിന്റെ, ആനന്ദത്തിന്റെ, ജീവിത പൂർത്തീകരണത്തിന്റെ, ജീവിത വിശാലതയുടെ, പരിപൂർണതയുടെ ഒരു ലോകമാണ്. സ്വർഗം ഉന്നതങ്ങളിലായുള്ള പദവികളും ദറജകളുമാണ്. സ്വർഗത്തിൽ വ്യത്യസ്തമായ ദറജകളും പദവികളുണ്ട്. എല്ലാവരും ഒരേ ദറജയിലല്ല ഉണ്ടാവുക. ഒരുപക്ഷെ ഒരു വീട്ടിലെ വാപ്പയും മോനും ഒരു ദർജയിലല്ല ഉണ്ടാവുക. ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഒരേ ദർജയിലല്ല ഉണ്ടാവുക. ഏട്ടനും അഞ്ചനും ഒരേ ദർജയിലല്ല ഉണ്ടാവുക. ഉസ്താദും ശിഷ്യന്മാരും ഒരേ ദർജയിലായിക്കൊള്ളണമെന്നില്ല. സുഹൃത്തുക്കൾ പോലും ഈ ദുനിയാവിൽ ഇണപിരിയാത്തതുപോലെ ജീവിച്ച സുഹൃത്തുക്കൾ പോലും ഒരുപക്ഷെ വ്യത്യസ്ത ദർജകളിലാകും. ചില ദർജകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നിടത്ത് കാണാം, ദുനിയാവിൽ നിന്ന് ആകാശത്തിന്റെ ഉന്നതങ്ങളിൽ കാണുന്ന, പൊട്ടുപോലെ കാണുന്ന, കത്തിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എത്ര വിശാലത ഉണ്ടോ അത്ര വിശാലതയിൽ സ്വർഗത്തിന്റെ താഴേക്കടയിലുള്ളവൻ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലുള്ളവനെ നോക്കിക്കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ആലോചിച്ചൊക്കെ, ഇങ്ങേ അറ്റത്ത് മോനും അങ്ങേ അറ്റത്ത് ബാപ്പയും എന്ത് വ്യത്യാസം ഉണ്ടാവും? എത്ര വ്യത്യാസം ഉണ്ടാകും? സുബ്ഹാനക യാ അലീം. ദറജകളിൽ വ്യത്യാസമുണ്ടെന്നാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തആല വ്യക്തമായി പറയുന്ന കാര്യമാണ്. തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് സ്വർഗവാസികൾ അവയിൽ ഇടം കണ്ടെത്തുന്നതാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പഠിച്ച, ഹിഫ്ളുള്ള, അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഖുർആനിന്റെ അഹ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാർ, അവരോട് അല്ലാഹു തആല പറയുന്നൊരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ഓതുക, എന്നിട്ട് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറുക. സ്വർഗം ഉന്നതങ്ങളിലേക്കാണ്. ദറജാത്തുകൾ, നരകമാകട്ടെ അത് ദറക്കാത്തുകളാണ്, താഴേക്കാണ്. ആ ഉന്നതങ്ങളിലേക്ക് കയറുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾ ഓതിയെത്തുന്നത് അവിടെയാണ് നിങ്ങൾക്കുള്ള സ്ഥാനമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഹിഫ്ളുള്ള, പഠിച്ച, അമലാക്കിയ ഒരാൾ ഓതിയിട്ടെത്തുന്നത് എത്ര വിദൂരതയിലാണ്. അതൊരു പക്ഷെ മകനാകാം, പക്ഷെ ബാപ്പ അവിടേക്ക് എത്തിക്കൊള്ളുന്നില്ല. വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട് സഹോദരങ്ങൾ. നമ്മൾ ശരിക്ക് പണിയെടുക്കേണ്ടതും കഷ്ടപ്പെടേണ്ടതും അധ്വാനിക്കേണ്ടതും ആശ വെക്കേണ്ടതും എല്ലാ നിലക്കുള്ള പരിശ്രമങ്ങൾ വേണ്ടതും ആ ഒരു ലോകത്തെക്കുറിച്ചാണ്. അള്ളാഹ് പറഞ്ഞ വാക്കെന്നറിയോ? ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى. സൂറത്ത് ത്വാഹ 75-ാമത്തെ ആയത്ത്.
സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ അത്തരക്കാർക്കുള്ളതാകുന്നു ഉന്നതമായ ദറജകൾ, പദവികൾ. ഈമാനും അമൽ സ്വാലിഹാത്തുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കുള്ളതാകുന്നു സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ. ആ പദവികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസ്. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത് ഫിർദൗസാണ്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ മധ്യഭാഗത്തും ഏറ്റവും ഉന്നതിയിലുമാണ്. ഒന്ന് സ്വർഗത്തിന്റെ മധ്യഭാഗത്താണ്, രണ്ടാമത് ഏറ്റവും ഉന്നതിയിലാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ 3174 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഫിർദൗസു റബവത്തുൽ ജന്നതി വഔസതുഹാ വഅഫ്ളലുഹാ. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും അതിന്റെ കേന്ദ്രവും മികച്ചതുമാണ് ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വേറെ പറഞ്ഞുതരാണ്. എന്താ അല്ലാഹു പറഞ്ഞറിയോ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു, അവരെ വിരുന്നൂട്ടാനുള്ളതാകുന്നു ജന്നാത്തുൽ ഫിർദൗസ് എന്ന് 18-ാം അധ്യായം സൂറത്തു അൽ കഹ്ഫ് 107-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെ വിരുന്നൂട്ടാനുള്ളതാണ് സ്വർഗം. ആ സ്വർഗത്തിലെ വിശിഷ്യ ഫിർദൗസ് ആണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഉമ്മ റുബയ്യ ബിൻതൽ ബറ റളിയല്ലാഹു തആലയുടെ പുത്രി ഉമ്മു റുബയ്യ, അവര് ഹാരിസത്ത് ബിൻ സുറാഖ എന്നവരുടെ മാതാവാണ്. ഫഖാലത്ത് യാ നബിയല്ലാഹ്, നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അലാ തുഹദ്ദിസുനി അൻ ഹാരിസത വകാന ഖുതില യൗമ ബദ്രിൻ അസാബഹു സഹ്മുൻ ഖർബുൻ ഫഇൻ കാന ഫിൽ ജന്നതി സബർതു വഇൻ കാന ഗൈറ ദാലിക ഇജ്തഹദ്തു അലൈഹി ഫിൽ ബുകാ. നബിന്റെ അടുത്ത് വന്നിട്ട് അവര് പറയാണ്, അമ്മ വന്നിട്ട് പറയാം, അല്ലാഹുവിന്റെ റസൂലേ, ഹാരിസയെ കുറിച്ച് അവിടുന്ന് എനിക്ക് പറഞ്ഞാലും. ഒരു അജ്ഞാതന്റെ അമ്പേറ്റിട്ട് ബദറിൽ വധിക്കപ്പെട്ട ബദറിലെ ശുഹദാക്കളിൽ ഒരാളാണ് ഹാരിസ് റളിയല്ലാഹു തആല അൻഹുമാ. അവിടത്തെ കുറിച്ച് പറയാണ്, ആ ഹാരിസയെ കുറിച്ച് എനിക്ക് പറഞ്ഞെന്നാലും എന്താണ് ഹാരിസയുടെ ഹാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്നിട്ട് പറയാണ്, അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കും, അവൻ സ്വർഗത്തിലല്ല എന്നറിഞ്ഞാൽ ഞാൻ കരയട്ടെ നബി എന്ന് ചോദിക്കാം. വല്ലാത്തൊരു വാചകാണ്. സ്വന്തം മകന്റെ ഭാവിയെ കുറിച്ച് ആശങ്കയുള്ള ഒരു മാതാവ്. സ്വന്തം മകന്റെ ഭാവിയെ കുറിച്ച് ആശങ്കയുള്ള ഒരു ഉമ്മ. നമ്മളുമാരെന്താ പറയാ, ഓൻ പാസ്സായാൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ നമ്മളെല്ലാരും എല്ലാ ഫിക്റും, എല്ലാ ചിന്തയും, എല്ലാ ഉത്കണ്ഠയും, എല്ലാ സ്ട്രെസ്സും ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട. എന്നാൽ മരണപ്പെട്ടുപോയ ഹാരിസയുടെ മാതാവിന്റെ മനസ്സിലെല്ലാ അസ്വസ്ഥതയും, എന്റെ കുട്ടി സ്വർഗത്തിലാണോ നബിയെ എന്നാ ഞാൻ ക്ഷമിക്കാം, അല്ലെങ്കിൽ ഞാൻ കരയട്ടെ നബിയെ എന്ന് ചോദിക്കാം, ഞാൻ കരഞ്ഞോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മി ഹാരിസ, ഹാരിസയുടെ മാതാവേ, ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന വ ഇന്ന ഇബ്നകി അസാബൽ ഫിർദൗസൽ അഅല. ഹാരിസയുടെ ഉമ്മ, തീർച്ചയായും സ്വർഗത്തിൽ ഒട്ടേറെ ആരാമങ്ങളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്. നിങ്ങളുടെ പുത്രൻ അത്യുന്നതമായ സ്വർഗത്തിൽ അഥവാ ഫിർദൗസ്, സ്വർഗത്തിലെ ഫിർദൗസ് അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഹാരിസയുടെ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 2809 നമ്പർ ഹദീസ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, നമ്മൾ സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം തരണേ എന്ന് ചോദിക്കാനല്ല പറഞ്ഞു. മക്കളെ, സ്വർഗം ചോദിക്കുമ്പോൾ നമ്മൾ പലതും ചോദിക്കുമല്ലോ അള്ളാഹിനോട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്താ? സ്വർഗം. ആ സ്വർഗം ചോദിക്കുമ്പോൾ, അള്ളാഹു എനിക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് ആകുന്ന സ്വർഗം നൽകണേ, അല്ലെങ്കിൽ ആ സ്വർഗത്തില് ആ ഫിർദൗസിൽ എനിക്ക് സ്ഥാനം നൽകണേ എന്നാണ് നബി പറഞ്ഞ വാക്കെന്തറിയോ? ഇന്ന ഫിൽ ജന്നതി മിഅത ദറജത്തിൻ, നിശ്ചയമായും സ്വർഗത്തിൽ 100 ദറജകളുണ്ടെന്ന്. 100 ദറജ, ഓരോ ദറജക്കും അനുസരിച്ച് ആളുകൾ ഉണ്ടാവും.
أعدها الله للمجاهدين في سبيله كل درجتين ما بينهما كما بين السماء والأرض فإذا سألتم الله فصلوه الفردوس فإنه أوسط الجنة وأعلى الجنة وفوقه عرش الرحمن ومنه تفجر أنهار الجنة صلى الله عليه وسلم. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ 100 ദർജകളുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന, ജിഹാദിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവൻ ഒരുക്കി വെച്ചവയാണ് അവ. ഓരോ 2 പദവികൾക്കിടയിലും, ഓരോ ദർജകൾക്കിടയിലും ആകാശഭൂമികളെക്കാളും വിശാലതയുണ്ട്, അല്ലെങ്കിൽ ആകാശഭൂമിയോളം വിശാലതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. നിശ്ചയമായും അത് സ്വർഗത്തിന്റെ ഏറ്റവും മധ്യത്തിലും ഏറ്റവും ഉന്നതിയിലാണ്, അതിനു മുകളിലാണ്. അർശുർ റഹ്മാൻ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹ് എവിടെയെന്ന് ചോദിച്ചാൽ, മക്കളെ അല്ലാഹ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളും പറയേണ്ട ഒരു ഒറ്റ ഉത്തരവുള്ളൂ. എന്താ പറയേണ്ടത്? ഫിസ്സമാ. അല്ലാഹ് എവിടെയാണ്? ഫിസ്സമാ. അതെവിടെയാണ്? അർശിന്റെ ഉപരിയിലാണ്. ഫൗഖസ്സമാ. കാരണം എന്താ? അല്ലാഹ് അർശിന്റെ മീതെയാണ്. അർശ് എവിടെയാണ്? അർശ് ഫിർദൗസിന്റെ മീതെയാണ്. എന്നിട്ട് റബ്ബിന്റെ പ്രവാചകർ പറയാണ് വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന. അതിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 7423 നമ്പർ ഹദീസായി ഉദ്ധരിക്കാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർഗത്തിന്റെ ദറജകൾ വ്യത്യസ്തമാണ്. ആ സ്വർഗത്തിൽ ലഭിക്കുന്ന പല കാര്യങ്ങളും വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ സ്വർഗത്തിന് വേണ്ടിയാകണം നമ്മൾ പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പ്രാർത്ഥന തന്നെ കാണാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൗസ الأعلى من الجنة اللهم إني أسألك الفردوس الأعلى من الجنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ, നബി ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. എന്ത്? അല്ലാഹുവേ, സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആരെയും പ്രാർത്ഥിക്കണറിയോ? ആരെയും പ്രാർത്ഥിക്കണറിയോ? സ്വർഗത്തിന്റെ വാതിൽ മുട്ടിയിട്ട് ഒന്നാമത് സ്വർഗത്ത് പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അഹങ്കാരം ഉണ്ടോ ഇല്ലേന്ന് അന്വേഷിക്കണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം ചോദിച്ചാൽ മതി. ഞാനുങ്ങളും മുത്തക്കബ്ബിരീങ്ങളാണോ എന്നറിയാൻ, ഉജ്ബും ഫഖറും താൻ പോരിമയുമായി ജീവിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ജീവിതത്തിലെ ഒരു പ്രഭാതത്തിലെങ്കിലും അള്ളാഹിനോട് സ്വർഗം ചോദിക്കാത്ത ഒരുത്തനായിട്ടാണ് ഞാനുങ്ങൾ ജീവിക്കണമെങ്കിൽ നമ്മളെ ഉള്ളിലൊരു ധാരണ ഉണ്ട്, ഞാൻ അങ്ങോട്ട് തന്നെ ആകുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പോണ നബി, സ്വർഗത്തിലേക്ക് ഒന്നാമത് പ്രവേശിക്കണ നബി ചോദിക്കാണ്, ആ ഫിർദൗസ് നൽകണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ വിനയമുള്ളവരാകണം. സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണം. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ലാഹു തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലവുമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. സൂറത്ത് ആൽ ഇംറാൻ 133 ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ കിതാബിലും തിരുസുന്നത്തിലും ധാരാളക്കണക്കിന് വിവരണങ്ങളുണ്ട്. അത്തരം ചർച്ചകൾ ഉണ്ടായാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഗണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുകയും ആ സ്വർഗത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുകയും അതിനുവേണ്ടി കുടുംബസമേതം നമ്മൾ അധ്വാനിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തോടെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഫലസ്തീനികളായ സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ഷിയഈ റാഫിളി കൂട്ടുകെട്ടുകളിൽ നിന്ന് അല്ലാഹു തആല മണ്ണിനെ മോചിപ്പിക്കുകയും ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമത്ത് നൽകി അല്ലാഹു തആല അവരെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.